സുഖമല്ലേ? നമ്മൾ പലതരം ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. ഏത് വെറൈറ്റി ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും ഗോതമ്പ് പൊടി മൈദ യൂസ് ചെയ്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും വേണ്ട മൈദയും വേണ്ട, ഈ രണ്ട് പൊടികളും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഒരു കപ്പ് റവയും 1/2 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. ഏത് അവിലായാലും കുഴപ്പമില്ല, റവ വറുത്തതോ വറുക്കാത്തതോ ആയാലും കുഴപ്പമില്ല. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത റവയുടെ മിക്സ് ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളം ഒഴിച്ച് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പാകത്തിനുള്ള ചൂട് മതി വെള്ളത്തിന്. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. ഒന്നും കൂടി നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി എത്ര വലിപ്പം വേണോ അതനുസരിച്ച് ബോൾസ് ആക്കാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തു. ഇനി പരത്താം. കുറച്ച് അരിപ്പൊടി കല്ലിലേക്ക് ഇട്ട് ഉറക്കുന്നുണ്ട്. ബോളിലും കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പരത്തിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കാം. ഈ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള മാവൊക്കെ എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും പരത്തിയെടുക്കാം. എല്ലാം പരത്തിയെടുത്തു. ഇനി നമുക്ക് ചപ്പാത്തി റെഡിയാക്കാം. നമുക്ക് ചപ്പാത്തി റെഡിയാക്കണ പോലെ തന്നെ ഓരോ ഭാഗം തിരിച്ചും മറിച്ചിട്ട് റെഡിയാക്കി. ഒരു ഭാഗം ഒന്ന് ലൈറ്റായിട്ട് ആകുമ്പോൾ തന്നെ ഇതുപോലെ പൊന്തി വരും കേട്ടോ ചപ്പാത്തി. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് മറിച്ചിടാം. ഈ രണ്ട് ഭാഗം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത അളവിന് 8 എണ്ണമാണ് വന്നേക്കണേ. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് റവ അവിലൊക്കെ കൂട്ടിയെടുത്തോളൂ. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റിലുള്ള ഒരു ചപ്പാത്തിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.